ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ജനജീവിതത്തിന് അപകടം ഉണ്ടാക്കുന്ന ജീവന് അപകടം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം. അദ്ദേഹത്തിനുള്ള അധികാരം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണമായ അധികാരം മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഉണ്ട് എന്നാണ് കേന്ദ്ര പാർലമെന്റിൽ മറുപടി വന്നിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ 134 പന്നികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊന്നില്ലേ? കേസൊന്നും ഉണ്ടായില്ല. ചെയ്യാലോ, സർക്കാർ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഡെലിഗേഷൻ കൊടുക്കുക, അധികാരം കൊടുക്കുക. മനുഷ്യജീവന് അപകടം വരുത്തുന്ന ഏതു വന്യജീവിയെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട്. ഞാൻ ക്ലിയർ ചെയ്തു. കൊല്ല നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. കേന്ദ്ര സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രമന്ത്രി അയച്ച കത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത്. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ആ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്, അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിറം മാറുന്നത് പോലെ ഇപ്പൊ ഇവിടെ വന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്കുക. ഞങ്ങൾ അതിന്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ ഹാജരാക്കിയ വീഡിയോ, മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഒരാശയക്കുഴപ്പമില്ല. അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥം ഇപ്പൊ ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ഒരു വിഷയമില്ല. ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷന് അവര് ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ. ഉയർത്തിയോ? ഇല്ല. 3 പതിറ്റാണ്ട് കാലം CPM-ന് അവര് പിന്തുണ കൊടുത്തപ്പോ ഈ ചർച്ച കേരളത്തിലുണ്ടായോ? ഇല്ല. അപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിലുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് എന്റെ അടക്കം ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ UDF നേതാക്കന്മാരുടെ വണ്ടി മാത്രം തെരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കാൻ ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്റെ പരിശോധിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ വണ്ടി പരിശോധിച്ചോ? ഞാൻ പരിശോധനയ്ക്ക്, നിയമപരമായ പരിശോധനയ്ക്ക് വിധേയനാണ്, അവരും വിധേയരാണ്. പക്ഷേ തെരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം. കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിന്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട. അല്ലല്ലേ, ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ഞാനടക്കം. പക്ഷേ UDF നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും.
ഉദ്യോഗസ്ഥനോട് പെരുമാറുന്നത്, മോശം പദപ്രയോഗം ഉപയോഗിക്കുന്നു, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടാൻ പാടുണ്ടോ? നിങ്ങൾ അവിടെ ചെയ്തത് എന്താണ്? അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്ത് നിൽക്കാൻ. അദ്ദേഹം പുറത്തിറങ്ങി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി വെക്കാൻ പറഞ്ഞു. ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് MP യോട് പെരുമാറിയത്. ഡിക്കി വെക്കാൻ പറഞ്ഞു, തന്റെ വണ്ടിയുടെ ഡിക്കി വെക്കാൻ പറഞ്ഞു. ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട്. എന്നിട്ട് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു. അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്രയുള്ളൂ. അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത്, പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ. ഇവർ അല്ല, ഞങ്ങളിതെല്ലാം ഇവിടെ ചർച്ചയാക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെ ബാധിക്കുന്നു. നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെല്ലാം ഫോറസ്റ്റ് ഉണ്ട്. ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. 2 ദിവസം മുമ്പ് ഇവിടെ പുലി ഇറങ്ങി, ഒരു സ്ഥലത്ത് പുലി ഇറങ്ങി അല്ലേ. പന്നിക്കണിയിലാണ് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിച്ചത്. അതെല്ലാം ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ജനങ്ങൾ ഭീതിയിലാണ്. നമ്മൾ ആ പ്രദേശത്തെല്ലാം പോകുമ്പോൾ വലിയ പേടിയാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പേടി, പാല് കൊടുക്കാൻ പേടി, പുല്ല് വെട്ടാൻ പോകാൻ വേണ്ടി പേടി, ഭയത്തിലാണ്. ഞങ്ങൾ പറഞ്ഞു UDF അധികാരത്തിൽ വരുമ്പോൾ മലയോരത്തെ ജനങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല, അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ വാക്കുകൊടുത്തിട്ടുണ്ട്. ഇരകളായി മാറിയ ആളുകളുടെ കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല. പരിക്ക് പറ്റിയിട്ട് ഒരാൾ ഇന്നലെ വന്നിരുന്നു ഞങ്ങളുടെ പരിപാടിക്ക്. അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ടു, ഏക മകൻ നഷ്ടപ്പെട്ടു. ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കിടക്കുകയാണ്. 4 ലക്ഷം രൂപ ചെലവായി, ആകെ കൊടുത്തത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഒരു പാവപ്പെട്ട മനുഷ്യൻ കരയരുത്, കോമ്പൻസേഷൻ പോലും ഇവർ കൊടുക്കുന്നില്ല. എന്നിട്ട് ആ മന്ത്രിയാണ് ഇവിടെ വന്ന് വേണ്ടാത്ത വർത്താനം പറഞ്ഞത്. മലപ്പുറം കേന്ദ്ര പ്രസ്താവന നടത്തി തുടങ്ങിയ വർഗീയ ധ്രുവീകരണ ലക്ഷ്യമിട്ട് പല വിവാദങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, പ്രതിപക്ഷ പാർട്ടികളാണ്. പക്ഷേ ഈ രാഷ്ട്രീയ അവസാന നിമിഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സർക്കാരിനെതിരെ കാര്യങ്ങളൊക്കെ. അത് നേരത്തെ അങ്ങനെ ഒരു പൊളിറ്റിക്സിന്റെ നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പലതരത്തിലുള്ള ഈ വർഗീയ ധ്രുവീകരണ ലക്ഷ്യമിട്ട് പല വിവാദങ്ങളും എടുത്തുപിടിച്ച് പൊക്കിക്കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ് തുടക്കത്തില്. അല്ല, താങ്കൾ കൈരളിയുടെ റിപ്പോർട്ടറായ താങ്കൾ തന്നെ എന്റെ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ നടത്തിയ പ്രസംഗം എന്താണ്? ഇതൊക്കെ തന്നെയല്ലേ പ്രസംഗിച്ച്? ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്തത് അങ്ങനെയല്ലേ? മലപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രീണനമാണ്. ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ ഏമാനന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കത്തിപ്പടർത്തിയത്. എന്നിട്ട് പറഞ്ഞു മലപ്പുറം ഒരു ഡസൻ പ്രസ്താവന. ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവന്റെ ഇല്ലേ, ഈ പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് പ്രസ്താവന കൊടുത്ത ആളല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 95,000 പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത്. 29,000 പേരാണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. ആ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഈ മലപ്പുറത്തെ ഈ നിലമ്പൂരിൽ അവരെല്ലാം തീവ്രവാദികളാണോ? നിങ്ങൾ പറഞ്ഞ കാര്യം സമയമാകുമ്പോൾ ഓർക്കും, സമയമാകുമ്പോൾ പറയും, ഓർമ്മിപ്പിക്കും. അതിന്റെ ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു വർഷമായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വർഗീയ പ്രീണന നയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു CAA പാലസ്തീൻ. ആ CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുക. കേസ് പിൻവലിച്ചോ? പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുത്താ ചെയ്തില്ല. ചെയ്താൽ മറ്റവർക്ക് വിഷമവും. ആർക്ക്? ഡൽഹിയിലിരിക്കുന്ന ഏമാനന്മാർക്ക് വിഷമവും. അവരെ പേടിച്ചാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്നത്. പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുക. എന്നിട്ട് അവര് പറയുന്ന അതേ അജണ്ട ഇവിടെ വന്ന് പറയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ ഒക്കെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന ആള് PDP തീവ്രവാദിയാണ്, മദനിയെ പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആളിപ്പോ എന്നിട്ട് പറയാണ്, ഇവിടുത്തെ സ്റ്റേജിൽ ഇരുന്ന് പറയാ ഒരു വർഗീയവാദിയുടെ വേണ്ടത്. ആ സ്വാമി ഏതാ? ആ സ്വാമി തിരുവനന്തപുരത്ത് ഒരു സ്വാമി ഉണ്ടല്ലോ, അയാളുടെ പൂർവാശ്രമം നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. ഞാൻ പറയുന്നില്ലേ, ഞാൻ വ്യക്തികളെ കുറിച്ചൊന്നും പറയാറില്ല.
ആ സ്വാമിയുടെ പൂർവാശ്രമം ഒന്ന് അന്വേഷിക്കും നിങ്ങൾ. ആ സ്വാമി പിന്തുണ കൊടുത്തിരിക്കുകയാണ് LDF-ന്. ആ സ്വാമി CPM നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്ന പടം ഞാൻ കാണിച്ചുതരാം. ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ എന്നിട്ട് ആ സ്വാമിയുടെ പിന്തുണയുണ്ട്, PDP-യുടെ പിന്തുണയുണ്ട്. എന്നിട്ട് നിലമ്പൂരിലെ സ്റ്റേജിൽ കയറി പറയാ വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അതായത് CPM-ന്റെ കൂടെ ആര് നിന്നാലും മതേതരവാദികൾ, അവരെ എതിർത്താൽ വർഗീയവാദികൾ. ഞാൻ പറഞ്ഞല്ലോ, അത് കയ്യിൽ വെച്ചാൽ മതി. അതല്ല, ആ അധ്യായം ക്ലോസ് ചെയ്താണ്. ഞങ്ങൾ അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത്. അല്ലല്ല, പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, അത് മതി. ഞങ്ങൾ ഞങ്ങളുടെ പൊതുയോഗങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബസംഗമങ്ങളിലൂടെ, ഞങ്ങൾ വീട്ടിൽ പോകുന്ന സ്ക്വാഡ് പ്രവർത്തകരിലൂടെ ഞങ്ങൾ ഈ പറയുന്ന മുഴുവൻ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസായി അല്ലാതെ ഞങ്ങളുടെ പ്രചരണം ഈ സർക്കാർ ജനങ്ങൾക്കുണ്ടാക്കി വെച്ച ദ്രോഹമാണ്. അതിന് മറുപടി പറയാതെ പണത്തിനൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയണം. ധനപ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് കേരള വിരുദ്ധനാണ്, വികസന വിരുദ്ധനാണ്. നീ കാശൊക്കെ അങ്ങോട്ട് കൊടുക്ക്, കാശ് കയ്യിലുണ്ട്. ധനപ്രതിസന്ധി ഇല്ലെങ്കിൽ 1.5 ലക്ഷം കോടി രൂപ ഇന്ന് കൊടുക്കാനുണ്ട്. ഇന്ന് ഒരു പൈസ ഇല്ലല്ലോ കയ്യിൽ. നശിപ്പിച്ചില്ലേ കേരളത്തെ? ഖജനാവ് മുട്ടിപ്പിച്ചില്ലേ? ഖജനാവ് ഇല്ലാതാക്കിയില്ലേ കേരളത്തിന്റെ? ആ സ്ഥിതിയിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് വേറെ വർത്താനം പറയാം, മാറ്റിക്കൊണ്ടു പോവാൻ, വിഷയം മാറ്റാൻ. ആ വിഷയം തന്നെ ഇവിടെ ചർച്ച. എന്ത് വിവാദം? പാലക്കാട് എന്തോരം വിവാദം ഉണ്ടാക്കി. ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ, റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോളാൻ. പാലക്കാട് ആദ്യത്തെ 10 ദിവസം കുറെ മാധ്യമങ്ങളും CPM-ഉം BJP-യും കൂടെ എന്തായിരുന്നു ബഹളം. അന്നും ഞങ്ങളെയല്ലേ കോർണർ ചെയ്ത് എല്ലാവരും കൂടി. ആദ്യത്തെ 10 ദിവസത്തെ ഒന്ന് എടുത്തു നോക്കാം, അന്നത്തെ വിഷ്വൽസ് ഒക്കെ, അന്നത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ ഒന്ന് എടുത്തു നോക്കാം. ആദ്യത്തെ 10 ദിവസത്തെ പാലക്കാടത്ത് അത്ര ഇവിടെ ഉണ്ടായില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ പത്രസമ്മേളനം, ഒരു കോൺഗ്രസ് നേതാവിനും പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും പറയേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഞങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ്, ഇതിന്റെ തുടക്കം മുതൽ, നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത്, ഇപ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, എല്ലാ കാലത്തും കോൺഗ്രസ് എപ്പോഴും പാലസ്തീനിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ്. മുഖ്യമന്ത്രി പണ്ട് EMS എടുത്ത മാതിരി ഒരു പരിപാടി എടുത്ത, പണ്ട് EMS ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ ഒരു പരിപാടി ചെയ്തു സദ്ദാമിന്റെ. അതുപോലെ ഒന്ന് ഇട്ടുനോക്കിയതാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം നിലമ്പൂരിൽ എന്തായാലും അതല്ല ചർച്ച. അത് നമുക്ക് വേറെ തരത്തിൽ ഹി വാസ് എ ഡിപ്ലോമാറ്റ്. അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം അതിനെ കുറിച്ച് പറയണം. നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം, അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം. അത് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ വരെ പാലസ്തീന്ന് നാവിന്ന് വന്നിട്ടുണ്ട്. നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരിടത്തും പറഞ്ഞില്ല. ഇലക്ഷൻ ആകുമ്പോഴാണ് നിലമ്പൂർ സ്പെഷ്യൽ പാലസ്തീൻ. ഇതൊക്കെ ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കിയോ, എല്ലാ സ്ഥലത്തേക്കാളും രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം കാണുന്നുണ്ട്, നോക്കിക്കോ നിങ്ങൾ. എന്താ നടപടി? ഇങ്ങനെ അവസാന ഘട്ടത്തിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയി. ഉജ്ജ്വലമായ ഭൂരിപക്ഷം. ഞാൻ ആ ചോദ്യത്തില് ലൈഫ് പദ്ധതി കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയതാ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു 4 ലക്ഷത്തിൽ ചില്ലാനോ ആളുകൾക്ക് 4 ലക്ഷത്തിൽ ചില്ലാനോ ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 9 കൊല്ലം കൊണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ 5 കൊല്ലം കൊണ്ട് കൊടുത്ത വീടിന്റെ എണ്ണം 4,55,000. എഴുതി വെച്ചോ നിങ്ങള്.
4,55,000 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ എണ്ണം. പിണറായി വിജയൻ 9 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ എണ്ണം 4 ലക്ഷത്തിൽ പ്ലസ്. അപ്പോഴും 4,55 ആയിട്ടില്ല. പട്ടികജാതിക്കാരുടെ വീടുകളുടെ എണ്ണം കുറഞ്ഞു ലൈഫ് വന്നതിന് ശേഷം. മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ എണ്ണം കുറഞ്ഞു. പട്ടിക വർഗ്ഗക്കാരുടെ വീടിന്റെ എണ്ണം കുറഞ്ഞു. എണ്ണം കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൽ പെടുത്തിയതുകൊണ്ട്. പിന്നെ ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഏറ്റവും ചെറിയ വീട് പണിതാലും അതിനാവശ്യമായ ഒരു 60% പോലും ആവില്ല. തുടങ്ങിയപ്പോൾ ഉള്ള 4 ലക്ഷം ഇപ്പോഴും കൊടുക്കുന്നു. ഒരു മാറ്റവും അതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. ഈ പട്ടികവർഗ മേഖലകൾ ഈ 4 ലക്ഷം കൊടുത്താൽ ഈ മെറ്റീരിയൽസ് വാങ്ങിച്ച ആ സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ തന്നെ ഈ പൈസ മുഴുവൻ ഇല്ലേ? നിങ്ങൾക്കറിയാലോ, ഇവിടെ നിങ്ങളൊക്കെ പോയില്ലേ, ഇവിടെ ആ ട്രൈബൽ ഏരിയയിൽ ഈ മെറ്റീരിയൽ കല്ലും സിമെന്റും അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഈ പൈസ തീരും. അത് പണി തീരാത്ത വീടുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന്. ഈ പൈസയുടെ കുറവുണ്ട്. പ്രതിസന്ധിയാണ്, തുടക്കം മുതലേ പ്രതിസന്ധിയാണ്. 1 ലക്ഷം വീടിന്റെ എത്ര നാളായി ഇത് കൊടുത്തിട്ട്? കൊടുക്കുന്നില്ലോ, വീട് കൊടുക്കുന്നില്ലോ, പുതിയ അപേക്ഷയും കൊടുക്കുന്നില്ല. അതായത് കരാർ ജീവനക്കാരാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ജീവനക്കാർ. അവർ പിആർഡി വഴി എടുക്കുന്ന കരാർ ജീവനക്കാർ. ആ കരാർ ജീവനക്കാർക്ക് 5% ശമ്പളം വർദ്ധിപ്പിക്കുക. ഇത് മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റ് തീരുമാനിച്ചതാണ്. അന്ന് ഇത് മാത്രം വേർതിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് എല്ലാ കൂടി വർദ്ധിപ്പിച്ച് നൽകിയത് ഒരു പ്രചരണം നടത്തി. അത് സ്പെഷ്യൽ ഓർഡറാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ ടീമിന് എന്തിനാണ് 12 പേര്? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും കാണുന്ന ആളായാൽ ഞാൻ കാണും. ഞാൻ കാണും എല്ലാ ദിവസവും. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം, FB-യിലും വായിക്കും, എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും വായിക്കും. ഞാൻ ഇടുന്ന അത്രയും പോസ്റ്റേ അദ്ദേഹം ഇടുന്നുള്ളൂ. ഞാൻ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം പോലും അദ്ദേഹം ഇന്നേവരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. അദ്ദേഹം ഇടുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും, X-ലും, ഇൻസ്റ്റഗ്രാമിലും, ഫേസ്ബുക്കിലും ഒക്കെ ഞാനും ഇടാറുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു പൈസ ചെലവില്ല, 1 രൂപ ചെലവില്ല എനിക്ക്. അദ്ദേഹത്തിന് എങ്ങനെ ഒരു മാസം 80 ലക്ഷം രൂപ ചെലവ് തന്നെ? അപ്പൊ അവര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ആണോ ഹാൻഡിൽ ചെയ്യണത്? അവിടെ ഇരുന്ന് അവരെ കൊണ്ട് വേറെ എന്തു പണിയാ ചെയ്യിപ്പിക്കുന്നത്? നാട്ടുകാരുടെ പൈസ അല്ലേ? ചോദിക്കും, ഉത്തരം പറയണം. നാട്ടുകാരുടെ പൈസ ആശാ വർക്കർമാർക്ക് കൊടുക്കൂല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവന് മാസം 80 ലക്ഷം. എനിക്ക് ചെലവില്ലെന്ന്. എനിക്ക് ഒരു പൈസ ചെലവില്ല. അതിന്റെ സുഹൃത്തുക്കളും ഞാനും ഒക്കെ കൂടിയാണ് അങ്ങോട്ട്. ഒറ്റ പൈസ ചെലവില്ല എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ. എന്നെക്കാൾ കൂടുതൽ ഒരു പോസ്റ്റ് ഈ മുഖ്യമന്ത്രി ഇട്ടിട്ടുണ്ടോ? എന്തേ പറ, എന്തിനാ ഈ പൈസ? 80 ലക്ഷമാണ് ഒരു മാസം. 4 കൊല്ലം കൊണ്ട് എത്ര രൂപ പോയി? അതിന് മുമ്പേ തുടങ്ങിയതാ, 4 കൊല്ലം മുമ്പേ തുടങ്ങിയതാ. 5 കൊല്ലം ഒന്ന് കൂട്ടിക്കോ. അപ്പൊ എത്രയായി? 15, 60 മാസം. എത്ര കോടി രൂപയായി? എത്ര കോടി രൂപയായി? ഈ ഖജനാവിൽ നിന്നല്ലേ ഈ പൈസ എടുത്ത് കൊടുക്കണം? അത് ചോദിക്കണ്ടേ ഞങ്ങള്? എന്നിട്ട് ആശാ വർക്കർമാരെ കാണുമ്പോൾ അവരെ നോക്കി കൊഞ്ഞനം കുത്തുക, അവരെ കളിയാക്കുക, മുതലാളിയാവുക. അല്ല, അദ്ദേഹം 1 മാസം ക്യാമ്പ് ചെയ്തപ്പോ ആണ് ഞങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അദ്ദേഹം കുറച്ചു ദിവസം കൂടി ക്യാമ്പ് ചെയ്യണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പോകുന്നതിന് മുമ്പ് മറുപടി പറയണം.